രാവിലെ 6:30 മണിയാണ് എത്തേണ്ടത്, ബാംഗ്ലൂർ എത്തേണ്ട സമയം. പിന്നെ നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ കാട് ഉണ്ട്, അതിന് പരിമിതമായ സ്പീഡിലേ പോകാൻ പറ്റും. പിന്നെ അവിടെ നമ്മളെ ഗോണിക്കുപ്പ കഴിഞ്ഞാൽ കാടാണ്, അതിന് ശേഷം ഒരുപാട് ഹമ്പുകളാണ്. അപ്പോൾ നമ്മളങ്ങനെ സമയം അഡ്ജസ്റ്റ് ചെയ്ത് ഓടാനൊന്നും പറ്റില്ല. പിന്നെ നമുക്ക് ആകെ ഓടാൻ നല്ല റോഡ് എന്ന് പറയാൻ ഈ മൈസൂർ ബാംഗ്ലൂർ ഹൈവേ ആണ്. അപ്പോഴത്തേക്ക് നമ്മൾ ഉറക്കത്തിൻ്റെ ഒരു ലെവലിലെത്തും. അപ്പോൾ ഒരു കണ്ടക്ടർ കം ഡ്രൈവർ ആയാലും ഡ്രൈവർ കം കണ്ടക്ടർ ആയാലും ആരെങ്കിലും ഒരാൾ കൂടെ, വണ്ടി ഓടിക്കുന്ന ആരെങ്കിലും ഒരാൾ കൂടെയുള്ള ഈ നിയമപരമായിട്ട് പേപ്പറൊക്കെ ഉള്ള ഒരാളുണ്ടെങ്കിൽ നമുക്ക് വലിയ ആശ്വാസമാകും. ഇന്ന് പുലർച്ചെയായിരുന്നു നാടിനെ നടുക്കിക്കൊണ്ട് കോഴിക്കോട് നിന്നും ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ട ബസ് അപകടത്തിൽപ്പെട്ട് അതിലുണ്ടായിരുന്ന ഡ്രൈവറും കണ്ടക്ടറും രണ്ടുപേരും മരിച്ചത്. ഇപ്പോൾ അവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് മുമ്പ് തന്നെ രാത്രി 9:30 ആ ബസ്സിന് പകരം പോകേണ്ടിരുന്ന ബസ് ഇപ്പോൾ ഇവിടെ നിന്നും 9:30 പുറപ്പെടുന്നതും ഒരു ഡ്രൈവർ മാത്രമായിട്ടാണ്. ശരിക്കും നിയമപരമായി ഡ്രൈവർ കം കണ്ടക്ടറാണ്. അതായത് ഡ്രൈവറും കണ്ടക്ടറും ഇത്രയും ദൂരം യാത്ര ചെയ്യുമ്പോൾ രണ്ടുപേരും വണ്ടി ഓടിക്കണം എന്നാണുള്ളത്. ഇപ്പോൾ നിലവിൽ ഒരാൾ മാത്രമാണ് ഡ്രൈവറായിട്ടുള്ളത്. ഇന്ന് ഒരാൾ മാത്രമാണല്ലേ. ഇപ്പോൾ ക്ഷീണം വരുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടല്ലേ രണ്ടുപേരെ ഡ്രൈവറാക്കി. അതായത് 6 മണിക്കൂർ കൂടുതൽ വരുന്ന സർവീസുകളൊക്കെ DC ആണ്. ഇപ്പോൾ നിലവിൽ കോഴിക്കോട് ഈ രാത്രിയുള്ള 8:45 ഈ 9:30 സർവീസാണ് ഇപ്പം സിംഗിൾ ഡ്രൈവറായിട്ട് പോകുന്നത്. അപ്പം നിലവിൽ പറഞ്ഞാൽ നമുക്കിപ്പം പുലർച്ചെ ഒരു 3:30-4 മണിക്കൊക്കെ ഒരു ഉറക്കത്തിൻ്റെ ഒരു ഇത് വരുന്ന സമയം. എത്ര സമയം എടുക്കും ഇവിടെ നിന്ന് ബാംഗ്ലൂർക്ക് പോകുമ്പോൾ? 9 മണിക്കൂർ. രാവിലെ 6:30 മണിയാണ് എത്തേണ്ടത്, ബാംഗ്ലൂർ എത്തേണ്ട സമയം. പിന്നെ നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ കാട് ഉണ്ട്, അതിന് പരിമിതമായ സ്പീഡിലേ പോകാൻ പറ്റും. പിന്നെ അവിടെ നമ്മളെ ഗോണിക്കുപ്പ കഴിഞ്ഞാൽ കാടാണ്, അതിന് ശേഷം ഒരുപാട് ഹമ്പുകളാണ്. അപ്പോൾ നമ്മളങ്ങനെ സമയം അഡ്ജസ്റ്റ് ചെയ്ത് ഓടാനൊന്നും പറ്റില്ല. പിന്നെ നമുക്ക് ആകെ ഓടാൻ നല്ല റോഡ് എന്ന് പറയാൻ ഈ മൈസൂർ ബാംഗ്ലൂർ ഹൈവേ ആണ്. അപ്പോഴത്തേക്ക് നമ്മൾ ഉറക്കത്തിൻ്റെ ഒരു ലെവലിലെത്തും. അപ്പോൾ ഒരു കണ്ടക്ടർ കം ഡ്രൈവർ ആയാലും ഡ്രൈവർ കം കണ്ടക്ടർ ആയാലും ആരെങ്കിലും ഒരാൾ കൂടെ, വണ്ടി ഓടിക്കുന്ന ആരെങ്കിലും ഒരാൾ കൂടെയുള്ള ഈ നിയമപരമായിട്ട് പേപ്പറൊക്കെ ഉള്ള ഒരാളുണ്ടെങ്കിൽ നമുക്ക് വലിയ ആശ്വാസമാകും. ഇപ്പോൾ കൃത്യമായ വിശ്രമം കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇന്നൊരു അപകടം സംഭവിച്ചതായിട്ട് പറയുന്നത്. അതായത് കൃത്യമായൊരു വിശ്രമം, അതായത് നിയമപരമായി രണ്ടുപേരില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഒരു നിലവിൽ ആ ഒരു അപകടത്തിന് കാരണമായിട്ട് കാണുന്നുണ്ട്. അതിനെപ്പറ്റി എനിക്ക് അറിയാൻ വയ്യ. ഇപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ ഒരാളായിട്ട് തന്നെയാണോ എപ്പോഴും പോകാറ്? ഈ ഷെഡ്യൂള് സിംഗിളായിട്ട് പോകുന്നതാണ്. ശരിക്കും അങ്ങനെയല്ല വേണ്ടത്. അങ്ങനെ പിന്നെ ബാക്കി മറ്റുള്ള എല്ലാ ഷെഡ്യൂളുകളും ഡ്രൈവർ കം കണ്ടക്ടറാണ്. ഈ 2 ഷെഡ്യൂളിലാണ് ഇങ്ങനെ. അപ്പം നമുക്കിപ്പം സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെയാണ്. സ്ഥിരമായി ഇത് നമ്മളിപ്പോൾ 6 മാസത്തിലാണ് ഈ ഷെഡ്യൂൾ ഓപ്ഷൻ വിളിക്കുക. അപ്പോൾ നമ്മളെ സീനിയോറിറ്റിക്ക് അനുസരിച്ചുള്ള ഷെഡ്യൂളുകളാണ് കിട്ടുക. അപ്പോൾ കോർപ്പറേഷൻ പറയുന്ന രീതിയിലല്ലേ നമുക്ക് ഇതിൽ പോകാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാൾ മാത്രം കിട്ടുക? ജീവനക്കാരില്ലാത്തത് കൊണ്ടാണ്? അതിനെപ്പറ്റി എനിക്കറിയില്ല, അറിയില്ല. ഇതിപ്പോൾ അവരുടെ മൃതദേഹം നാട്ടിലെത്തിയിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്തും ഇപ്പോൾ ഇന്നും ഒരാൾ തന്നെയാണ് ഒറ്റയ്ക്കാണ് പോകുന്നത് എന്നുള്ളതിൽ ഇന്ന് ഞാൻ അതിനെപ്പറ്റി ചോദിച്ചു. നമ്മളെ വെഹിക്കിൾ സൂപ്പർവൈസറോട് ചോദിച്ച സമയത്ത് പുള്ളി പറഞ്ഞ എനിക്ക് വേറെ ഒന്നും മെസ്സേജുകളൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് റിസർവേഷൻ വണ്ടി ആയതുകൊണ്ട് നമുക്ക് എന്തായാലും വണ്ടി ആൾക്കാർ റിസർവ് ചെയ്തല്ലേ, അപ്പോൾ അവരെ എത്തിക്കാനുള്ള ബാധ്യതയുണ്ട്. ഷെഡ്യൂൾ ഞാൻ എടുത്തതാണ്. 9:30 നമ്മൾ പോകാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്. അപ്പോൾ ഉത്തരവാദിത്തം നിറവേറ്റിൻ്റെ ഭാഗമായി ചേട്ടനാണെന്ന് വണ്ടി ഓടിക്കുന്നത്. നിലവിൽ ഗതാഗത മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലൊരു ഷെഡ്യൂളിൻ്റെ മിസ്റ്റേക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുമെന്ന് ഗതാഗത മന്ത്രി ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ഇന്നൊരു അപകടം ഉണ്ടായിട്ട് പോലും ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് രാത്രി 9:30 വണ്ടി എടുക്കുന്നതിൽ ഒരു ഡ്രൈവർ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ക്യാമറ പേഴ്സൺ മനീഷ് പെരുമണ്ണയ്ക്കൊപ്പം ഡെൽന ലാസ്, മീഡിയ 1 കോഴിക്കോട്.